നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു ശാസ്ത്രമല്ല, അത് ചില വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമാണ്. നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ ഞങ്ങൾ പള്ളിയിലെ പിരിവിന് പോയി കഴിഞ്ഞാൽ 100 രൂപ തരുന്നതിന് 101 തരും, അല്ലെങ്കിൽ 1000-1001 തരും. കാരണം പെട്ട സംഖ്യ ഒരു ഐശ്വര്യമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ 9-ാം ദിവസം അല്ലെങ്കിൽ 28-ാം ദിവസം 40-ാം ദിവസം അല്ലെങ്കിൽ 41-ാം ദിവസം ഇങ്ങനെ പല രീതിയിലുള്ള ആചാരങ്ങൾ ഇന്ത്യയിലുണ്ട്. ബൈബിളിലും ഈ ന്യൂമറോളജിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പഴയ കാലഘട്ടത്തിൽ ലിഖിത ഭാഷ ഇല്ലാതിരുന്ന കാലത്ത് ഈ സംഖ്യകളിലൂടെയാണ് പല കാര്യങ്ങളും ഓർത്തിരിക്കുവാൻ സാധിക്കുക. ഞാനിത് പറയാൻ കാരണം ഈശോയും ആ ന്യൂമറോളജിയുടെ പഴയ നിയമത്തിലെ ആ സങ്കല്പം അതുപോലെ തന്നെ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഈശോയ്ക്ക് അപ്പസ്തലന്മാരെ എത്ര വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, പക്ഷെ അത് കൃത്യം 12 ആക്കി. കാരണം യാക്കോബിന്റെ 12 ആൺമക്കളിൽ നിന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുണ്ടായി. ആ ഓരോ ഗോത്രത്തെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അത് യൂദയ ഗോത്രമാണ് പ്രധാനമായിട്ടുള്ളത്. ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു പോയി. എങ്കിൽ പോലും ഈശോ 12-ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 12 അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ചെയ്യുന്നതാണ് ഈശോ 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 72-ന്റെയും 12-ന്റെയും പ്രാധാന്യം? 12 എന്ന് പറയുന്നത് 4-3 കൊണ്ട് 4-3 നമ്മൾ ഗുണിക്കുന്നതാണ്. 3 എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ഒരാളാണെങ്കിലും 3 ആളുകളുണ്ട്, ഒരു ദൈവമാണെങ്കിലും. അതോടൊപ്പം തന്നെ 4 എന്ന് പറയുന്നത് 4 ദിക്കാണ്. അപ്പൊ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുന്ന, ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുന്നതിനാണ് നാം 12 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന മറ്റൊരർത്ഥം. എന്നാൽ 72 എന്ന് പറയുന്നതിന് ബൈബിളിൽ തന്നെ കൊടുക്കുന്ന പല പ്രതീകങ്ങളുണ്ട്. ആദ്യം കാണുന്നത് നമ്മൾ ബാബേൽ ഗോപുരമാണ്. അതായത് നോഹയുടെ 3 മക്കള് ജാഫത്ത്, ഹാം, ഷം. ഇവരുടെ സന്താന പരമ്പരകളാണ് പിന്നീട് ഊർ എന്ന ദേശത്ത്, കൽദായ ദേശത്ത് പ്രവേശിക്കുകയും അവിടെ ബാബേൽ എന്ന സ്ഥലത്ത് ബാബേൽ ഗോപുരം പണിയുകയും ചെയ്യുന്നത് ദൈവത്തോട് മത്സരിച്ച്. അപ്പൊ ദൈവം ഇറങ്ങി വന്ന് അവരെ ചിതറിക്കുമ്പോൾ അവരെ 72 ഭാഷകളായിട്ട് 72 രാജ്യങ്ങളായിട്ട് വേർതിരിക്കുകയാണ്. അത് നമുക്കറിയാം, ഇന്നും ബൈബിളിക്കലായിട്ട് ലോകത്തിലുള്ളത് 72 ഭാഷകളും 72 രാജ്യങ്ങളും എന്നുള്ളതാണ്. അവരെ വേർതിരിക്കുന്നത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നത് ജാഫത്തിന്റെ വംശത്തിൽ നിന്ന് 15-ഉം ഹാമിന്റെ വംശത്തിൽ നിന്ന് 30-ഉം ഷെമ്മിന്റെ വംശത്തിൽ നിന്ന് 27-ഉം. അതായത് ആഫ്രിക്ക, ഏഷ്യ, അതുപോലെ തന്നെ യൂറോപ്പ്, ഈ 3 കോണ്ടിനെന്റുകളിലേക്കായിട്ടാണ് അവർ ചിതറിപ്പോവുക. ഇനി
അതുകൊണ്ട് തന്നെ 72 എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും ഉദ്ദേശിച്ചാണ്. 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഇനി നമുക്കറിയാം, ജോസഫ് ദൈവപരിപാലനയിൽ ഈജിപ്തിലേക്ക് ചെന്നു. അവിടെ പട്ടിണിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് യാക്കോബും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമൊക്കെ ഈജിപ്തിലേക്ക് വന്നു. അവർക്ക് ഗോഷൻ എന്ന് പറയുന്ന ഫലഭൂയിഷ്ഠമായ നൈനദിയുടെ തീരപ്രദേശങ്ങൾ കൊടുത്തപ്പോൾ അവരുടെ സംഖ്യ 72 ആയിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകാൻ വേണ്ടി മരുഭൂമിയിലൂടെ വരുമ്പോൾ സീനായി താഴ്വരയിലൊക്കെ ആയിരിക്കുമ്പോൾ മോശം മടുക്കുകയാണ്. കാരണം വലിയൊരു ജനക്കൂട്ടം ഓരോരുത്തരും ഓരോ പരാതിയുമായിട്ട് വരുന്നു. അവരുടെ പരാതികൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കുവാനോ അവരെ ശരിയായ രീതിയിൽ നയിക്കുവാനോ അങ്ങനെ വിഷമിക്കുന്ന സമയത്താണ് ജെത്രോ എന്ന് പറയുന്ന മോശയുടെ അമ്മായിയപ്പൻ. അദ്ദേഹം വിജാതീയനായ പുരോഹിതനാണ്. അദ്ദേഹം മോശയ്ക്ക് കൊടുത്ത ഉപദേശം ഇതാണ്: മരുമകന് ഇവിടെ മോനെ, നീ തന്നെ ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുക്കാതെ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യണം ആളുകളെ. അപ്പൊ അതുകൊണ്ട് ഡെലിഗേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ ബൈബിളിൽ നിന്ന് വരുന്നത് അങ്ങനെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, നിനക്ക് എത്ര ഗോത്രമുണ്ട്? 12 ഗോത്രമുണ്ട്. ഒരു ഗോത്രത്തിൽ നിന്ന് 6 പേരെ ഈ ലോക്കൽ ജഡ്ജസ് ആയിട്ട്, മൈനർ ജഡ്ജസ് ആയിട്ട്, ന്യായാധിപന്മാരായിട്ട് തിരഞ്ഞെടുക്കണം. അങ്ങനെ 12, 6, 72. അങ്ങനെ മോശ 72 പേരെ തിരഞ്ഞെടുത്തു. ദൈവമായ 72 പേരെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ പാരമ്പര്യത്തില് അവരുടെ വലിയ ന്യായാധിപ സംഘം എന്ന് പറയുന്ന സാന്നിധ്യത്തില് ഈശോയുടെ കാലത്ത് പോലും 72 പേരെ നിലനിർത്തിയിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഘനനായ സമുദായത്തിന്റെ കുടിയേറ്റത്തിന് നമ്മൾ പറയുന്നതാണ് 7 ഇല്ലം 72 കുടുംബങ്ങൾ. കാരണം അതും ഈ പഴയ നിയമത്തിന്റെ പാരമ്പര്യത്തിലൂടെ വരുന്നതാണ്. 7 എന്ന് പറയുന്നത് 7 കൂദാശകളെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ 10 പേരെ വീതം തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു പൂർണ്ണതയാണ്. 70 + 2 72 കുടുംബങ്ങളും 72 പദവികളും. അപ്പൊ ആ 72ന്റെ പ്രാധാന്യം അവിടെയും നമ്മൾ കാണുകയാണ്. അങ്ങനെയാണ് ഈശോ 72 പേരെ തിരഞ്ഞെടുത്ത് പിൽക്കാലത്ത് അവരാണ് സഭയ്ക്ക് നേതൃത്വം കൊടുത്ത മെത്രാന്മാരായി എന്നുള്ള ഒരു പാരമ്പര്യമുണ്ട്. ഇനി അവിടെ നിന്ന് ഈശോ ഈ 72 പേരെ തെരഞ്ഞെടുത്തിട്ട് തന്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ അവർക്ക് പരിശീലനത്തിന് വേണ്ടിയും തനിക്ക് മുന്നേ ഇത് വരാതിരിക്കുന്ന ഈശോയെ കുറിച്ച് സ്നാപകയോഹന്നാൻ പറഞ്ഞതുപോലെ ഈശോയ്ക്ക് മുന്നോടിയായിട്ട് അവർ ഓരോ ഗ്രാമങ്ങളിലേക്കും തെരുവീതികളിലേക്കും ചെല്ലുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവർ 2 പേരെ വീതമാണ് തിരഞ്ഞെടുക്കുക. അതും ബൈബിളിൽ പ്രാധാന്യമുണ്ട്. കാരണം ദൈവം ആദത്തെ സൃഷ്ടിച്ച ശേഷം അവനെ ഒറ്റയ്ക്കാക്കുകയല്ല, അവനും അവന്റെ ഭാര്യയായ ഹവ്വായും. അപ്പൊ അങ്ങനെ 2 പേരെയാണ് ദൈവം വിടുക. നോഹയുടെ പേടകത്തിലേക്ക് 2 മൃഗങ്ങളെ വീതമാണ്, ആണും പെണ്ണുമായിട്ടുള്ള മൃഗങ്ങളെ വീതം കയറ്റി വിടുന്നുണ്ട്. ഫറവോൻ രാജാവിന്റെ അടുക്കലേക്ക് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം അയക്കുന്നത് ഒരാളെയല്ല, മോശയോടൊപ്പം തന്നെ അഹരോനെയും അയക്കുകയാണ്. അതൊരു മ്യൂച്വൽ സപ്പോർട്ടാണ്. സ്നാപകയോഹന്നാൻ ഈശോയുടെ അടുക്കലേക്ക് നീയാണോ ഒരുപാടിരിക്കുന്ന രക്ഷകൻ എന്ന് ചോദിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടെങ്കിലും 2 ശിഷ്യന്മാരെയാണ് പറഞ്ഞയക്കുക. ഈശോ ചില അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ചില സഹോദരങ്ങൾ പത്രോസും അന്ത്രയോസും ഒന്നിച്ചാണ് വിളിക്കുകയാണ്. അപ്പോൾ തന്നെ യാക്കോബ്, യോഹന്നാൻ, സബദിയുടെ പുത്രന്മാരെ ഒന്നിച്ചാണ് വിളിക്കുക. പെസഹ ഒരുക്കുവാനും ഓശാനയ്ക്ക് ഒരുക്കുവാനും വേണ്ടി 2 പേരെ പറഞ്ഞയക്കുന്നുണ്ട്, പത്രോസിനെയും യോഹന്നാനെയും. ഫിലിപ്പോസിനെ നഥാനിയേലിനെയും കൂടെ കൂട്ടിയാണ് ഈശോയുടെ അടുക്കലേക്ക് പോവുക. അപ്പൊ അങ്ങനെ 2 പേരെ വീതം അയക്കുന്നത് അവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ്. ഇനി ഈശോ പറയുകയാണ്, ഇതാ വിളവ് അധികമാണ്, പക്ഷെ വേലക്കാരെ ചുരുക്കം. വിളഞ്ഞെല്ലാം കിടക്കുമ്പോൾ പെട്ടെന്ന് കൊയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മഴ വന്നാലും നെല്ലെല്ലാം നശിക്കും, അല്ലെങ്കിൽ ഗോതമ്പ് നശിക്കും. അപ്പം കൊയ്ത്തുകാലം വന്നു കഴിഞ്ഞാൽ ജോലിക്കാരുടെ എണ്ണം കുറയും. ഈശോയുടെ പരസ്യ ജീവിതം വളരെ സജീവമായി കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ ഈശോയെ ശ്രമിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവരോടെല്ലാം വചനം പ്രഘോഷിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈശോ തന്റെ ശിഷ്യന്മാരെ, ഈ 12 അപ്പസ്തലന്മാരെയും 72 ശിഷ്യന്മാരെയും മുൻകൂട്ടി അയക്കുകയും അവരോട് തന്നെ ഈ വചനം പങ്കുവെക്കുകയും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഈശോ ചെയ്യുന്ന അതേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ആ കഴിവ് അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അത് ഈശോ അങ്ങനെ പറയുന്നത് അക്കാലത്തേക്ക് മാത്രമല്ല, ഇക്കാലത്തേക്കുമാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനും ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് അവരുടെ ആയുസ് തീരുന്നതിന് മുമ്പ് എത്രയും വേഗം അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകാനും ധാരാളം മിഷണറിമാര്, ധാരാളം വൈദികര്, സന്യസ്തര്, ആത്മായ പ്രേക്ഷിതര് ആവശ്യമാണ്. അതുകൊണ്ട് ഈശോ നമ്മളോടും പറയുകയാണ്, വിളവിന്റെ നാഥൻ എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം വേലക്കാരെ അയക്കുവാൻ വേണ്ടി.
അതോടൊപ്പം തന്നെ നമ്മളുടെ ഇടയിലും നമ്മുടെ ദൈവവിളികൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യ ശുശ്രൂഷയിലേക്കും ആത്മായ സേവനത്തിലേക്കുമൊക്കെ കൂടുതൽ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അത് വൈദികരെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമായിരിക്കണം. ഞാനൊക്കെ വൈദികനാകാനായിട്ട് സെമിനാരിൽ ചേരുന്നത് 53 കൊല്ലം മുമ്പാണ്. അപ്പോൾ അക്കാലത്തൊക്കെ വൈദികർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ആദരവ്, ആ ഒരു സ്നേഹം ഈശോയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് ഈശോയുടെ പ്രതിനിധിയെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാടാണ് അന്നാലത്ത് ദൈവവിളി പ്രോത്സാഹിപ്പിച്ചത്. അതൊക്കെയാണ് ഞാനും ഒക്കെ സെമിനാരിൽ ചേരാനായിട്ട് ഇടയായത്. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ പൗരോഹിത്യത്തോടും സന്യാസത്തോടും ആളുകൾ ചെയ്യുന്ന പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എത്ര കുട്ടികൾ ദൈവവിളി സ്വീകരിക്കും, എത്ര മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ ദൈവവിളി സ്വീകരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. അതങ്ങനെ ഈശോ പറയാനുള്ള കാരണമുണ്ട്. ഈശോ തന്നെ വന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാട് പോലെയാണ്. കാരണം അത് ഫരിസേയര്, നിയമജ്ഞര്, സദുക്കായര് അവരെല്ലാം ഈശോയെ എതിർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ അവർ കൊല്ലുകയും അവര് കുരിശിലേറ്റി ഈശോ മരിക്കുവാനും ഇടയാകുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നോട് ഇപ്രകാരമാണ് ചെയ്തത് എങ്കിൽ നിങ്ങളോടും ഇപ്രകാരം തന്നെ ആയിരിക്കും ചെയ്യുക. പക്ഷെ അത് നിങ്ങൾ ചന്ദ്രചിത്രമാകരുത്, കാരണം പിന്നീട് ഒരു ഉയർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശിഷ്യന്മാർ എല്ലാവരും തന്നെ രക്തസാക്ഷിത്വം വരിക്കുകയാണ്. അതായത് തോമാസ് ലീഹ കേരളത്തിൽ വന്ന് ഈ ചെന്നായ്ക്കളുടെ ഇടയിൽ, അതായത് അന്നത്തെ തീഷ്ണമതികളായ ചില ആളുകൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ആ തോമാസ് ലീഹായെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി കുന്തം കൊണ്ട് കുത്തിക്കൊള്ളുകയാണ്. പത്രോസിനെ റോമിൽ വെച്ച് തലകീഴായി കുരിശിൽ തറയ്ക്കുകയാണ്. പൗലോസ് ലീഹായെ റോമിൽ വെച്ച് കഴുത്ത് വെട്ടി കൊള്ളുകയാണ്. യോഹന്നാൻ മാത്രമാണ് മരിക്കുമ്പോൾ രക്തസാക്ഷിയാകാത്തത്. പക്ഷെ അദ്ദേഹത്തെയും തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഇടുകയുണ്ടായി. പക്ഷേ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തെ പാത്മോസ് ദ്വീപിലേക്ക് ചക്രവർത്തി നാട് കടത്തിയത്. അപ്പൊ എല്ലാ അപ്പസ്തലന്മാർക്കും ഇത് അനുഭവം ഉണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ ആദിമസഭയിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെടുന്നതുവരെ ക്രിസ്ത്യാനി ആയിരിക്കുന്നതിന്റെ പേരിൽ മതത്തെ തള്ളിപ്പറഞ്ഞില്ല എങ്കിൽ അവരെ കൊല്ലുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അവർ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. സ്വന്തം കുടുംബാംഗങ്ങൾ പലരും ചെന്നായ്ക്കളെ പോലെ ഈ വിശ്വാസം നിലനിർത്തുന്നതിന്റെ പേരിൽ തങ്ങളെ ആക്രമിച്ചപ്പോഴും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് എന്നേക്കാൾ അധികമായി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് യോഗ്യരല്ല. കാരണം ആദ്യത്തെ ദൈവം എല്ലാവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. അത് കഴിഞ്ഞാണ് നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക. അപ്പൊ ആ ചെന്നായ്ക്കളിലേക്ക് കുഞ്ഞാടുകൾ എന്നതിനുള്ള അനുഭവങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലും മിഷണറിമാര് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് സിസ്റ്റർ റാണി മരിയായി രക്തസാക്ഷിയായി തീർന്നത്. കാരണം അവിടെ പാവപ്പെട്ട ആളുകളുടെ വിമോചനത്തിന് വേണ്ടി മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതുകൊണ്ട്. അതുപോലെ ധാരാളം മിഷണറിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയിലും സന്യാസ ജീവിതത്തിലും ഇതേ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലും ഉണ്ടാകും. ചിലപ്പോൾ ചില പെണ്ണുങ്ങളെ കെട്ടിച്ചയക്കുന്നത് ആ കുടുംബത്തെ പറയുന്നത് ചെന്നായ്ക്കളിലേക്ക് കുഞ്ഞാടിനെ അയക്കുന്ന പോലെയായിരിക്കും. ചിലപ്പോൾ തിരിച്ചും വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുടുംബത്തിലെ ജീവിത പങ്കാളി തന്നെ ഒരു ചെന്നായായിട്ട് മാറുകയാണെങ്കിൽ ആ കുടുംബം പിന്നെ ശിഥിലമായി. അവിടെയാണ് പിന്നെ സെപ്പറേഷനായി, ഡിവോഴ്സായി, പോലീസിനെ വഴിയായി, അടിയായി, കേസായി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ഇടവകയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ ചെന്നായ്ക്കളായിട്ട് മാറരുത്. നിഷ്കളങ്കരായ ആളുകളെ നമ്മുടെ കൂടെ ജോലി സ്ഥലത്താണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ നമ്മൾ പീഡിപ്പിക്കുകയാണെങ്കിൽ നമ്മളവിടെ ചെന്നായിട്ട് മാറുകയാണ്. നമ്മൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞാടാണ്. അപ്പൊ നമ്മളെങ്ങനെ പെരുമാറണം? നമ്മളവരോട് പ്രതികാരം ചെയ്യുവാനല്ല. അതുകൊണ്ടാണ് ആദിമസഭ മുതൽ സഭ ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. മറിച്ച് സഭ സഹനത്തിലൂടെയും വിവേകത്തിലൂടെയും രണ്ടും വേണം. ഒന്ന്, സർപ്പം എന്ന് പറയുന്നത് പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ് പഴയ കാലഘട്ടത്തിൽ എന്ന് വരികയും ഈശോയുടെയൊക്കെ കാലഘട്ടത്തിൽ അതിനുള്ള അർത്ഥം സർപ്പത്തിന്റെ വിവേകവുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടായി. അതുകൊണ്ട് പ്രൂഡൻസ് വേണം. അതോടൊപ്പം തന്നെ അവിടെ പ്രൂഡൻ്റായിട്ട് ഇവനെ ഡീൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിഷ്കളങ്കരായിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും കരുതണ്ട. കാരണം നിങ്ങൾ സേവനം ചെയ്യാൻ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടത് തരും. നമുക്കറിയാവുന്ന നമ്മുടെ മിഷൻ പ്രവർത്തനത്തിന് പോകുന്ന ബ്രദേഴ്സും അല്ലെങ്കിൽ സിസ്റ്റേഴ്സും
അതുപോലെ തന്നെ അച്ഛന്മാരും ഒന്നും കുടുംബത്തിൽ നിന്ന് മുതലും കൊണ്ട് പോയിട്ടല്ല മിഷൻ പ്രവർത്തനം ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ ആളുകൾ അല്ലെങ്കിൽ മറ്റാളുകളോ ഒക്കെ അതിന്റെ സേവനം അനുഭവിക്കുന്നവരോ ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുപോലെ ഈശോ പറയുകയാണ്, നിങ്ങൾ ഒരുപാട് ആകുലപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടത് ദൈവം സന്മനസ്സുള്ള ആളുകളിലൂടെ നിങ്ങൾക്കും നൽകപ്പെടും. അതുകൊണ്ട് നിങ്ങളെ വരുന്ന വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളെ നല്ല നിഷേധിക്കുക, മറിച്ച് ഈശോയാണ് നിഷേധിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കാലിൽ അവന്റെ കുടുംബത്തിൽ നിന്ന് പറ്റിയിരിക്കുന്ന പൊടി പോലും തട്ടിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. കാരണം അവന്റെ സ്ഥിതി സോതോമിനേക്കാൾ സഹനീയമായിരിക്കും. കാരണം സോതോമിലുള്ളവരോട് ദൈവവചനം പ്രസംഗിച്ചില്ല, അവര് പാപത്തിലൂടെപ്പെട്ടു, അവരെ ശിക്ഷിക്കപ്പെട്ടു, അഗ്നിമഴ അവരുടെ മേൽ പെയ്യപ്പെട്ടു. എന്നാൽ ഇവർക്കിതെല്ലാം അറിഞ്ഞിട്ടും അവര് ദൈവത്തെ നിഷേധിക്കുകയാണ് എങ്കിൽ അവർക്ക് അതിനേക്കാളും വലിയ ശിക്ഷയാണ് വരുവാനിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈശോ പറഞ്ഞ ഈ വചനത്തിനനുസരിച്ച് നമുക്ക് കുഞ്ഞാടുകളായിരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും നമുക്ക് കർത്താവിന്റെ വചനത്തിനനുസരിച്ച് സ്വർഗ്ഗരാജ്യത്തിന് അർഹരാകുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.